ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ അനുഭവസാക്ഷ്യം പങ്കുവെപ്പാനായിട്ട് ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. എൻ്റെ ചെറിയ പ്രായം മുതൽ വളരെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിലൂടെയാണ് കടന്നുപോയത്. വളരെ തകർന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായും ആത്മീയമായും എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും വളരെ തകർന്നതും വളരെ ശാപകരവും ബന്ധനവുമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. ഒത്തിരി പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിലൂടെയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടതുപോലെ ഒരു വിദ്യാഭ്യാസമോ അതിനുള്ള അവസരങ്ങളൊന്നും ആ നിലയിലുണ്ടായില്ല. ഞാനതിന് സാറിന് പറയുന്ന ഇങ്ങനെയാണ്: എൻ്റെ അനിയൻ 6 പഠിക്കുമ്പോൾ ഞാൻ 4 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ പഠിച്ച് നിശ്ചയം പ്രാപിച്ചാണ് ഞാൻ 6 എത്തിയത്. 10 വർഷം കൊണ്ടാണ് ഞാൻ 6ാം ക്ലാസ്സിൽ ആയത്. അവിടെ വെച്ച് ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും 6, എൻ്റെ ഭാര്യയ്ക്കും 6, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പഠിച്ചിട്ടാണ് +2 പാസ്സായതെന്നാണ് ഞാൻ പറയാറ്. എനിക്ക് 2 ഭാഷയാണ് അറിയാവുന്ന, ഒന്ന് അന്യഭാഷയും ഒന്ന് മലയാളവുമാണ്. ആ നിലയിൽ മാത്രമേ എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ സാഹചര്യങ്ങൾ ഒക്കെ എങ്ങനെയായിരുന്നു. എൻ്റെ വീട് എറണാകുളത്ത് പള്ളിക്കരയ്ക്കടുത്ത് മോറയ്ക്കാല എന്ന സ്ഥലത്താണ് ഞാൻ ആയിരുന്നത്. അവിടെ വളരെ വളരെ തകർന്ന വേദനാജനകമായ അനുഭവത്തിലൂടെ, നിരാശയിലൂടെ, ജീവിതത്തിൽ ജീവിക്കാൻ ഒരു വഴിയും സാഹചര്യങ്ങളൊന്നുമില്ലാതെ, ജീവിക്കാനുള്ള മാർഗവുമില്ല, ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിരാശകൾ മാത്രം ഉണ്ടായിരുന്ന, എങ്ങനെ മരിക്കാൻ പറ്റുമെന്ന് മാത്രം ചിന്തിച്ചു നടന്ന ഒരു സമയം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കുറേയധികം ശാപങ്ങൾ മാത്രം നിറഞ്ഞ്, ഒന്നും ജീവിതത്തിൽ സാധ്യമാകുമെന്നോ സാധിക്കുമെന്നോ നടക്കുമെന്നോ, ഇങ്ങനെ ജനിച്ചു പോയല്ലോ എന്നുള്ള വിചാരത്തിൽ, ചിന്തയിൽ വളരെ നിരാശയോടെ കഴിഞ്ഞു കൂടിയ വലിയ കാലമായിരുന്നു എൻ്റെ 27 വയസ്സ് വരെയും ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ദൈവത്തിന്റെ കരുണയാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി ചിന്തിക്കുകയോ അതിനുവേണ്ടി ഒന്നും ഒരുങ്ങുകയോ ചെയ്യാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. ഞാനൊരു കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെയാണ് ആദ്യമായി യേശുവിനെ അറിയുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായി. അതൊന്നും ജീവിതത്തിൽ എങ്ങനെയോ സംഭവിച്ചു എന്ന് പറയാം. ഒരു ധ്യാനം കൂടുവാനായിട്ട് ഇങ്ങനെ അവസരം കിട്ടി. ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യം അന്ന് ഞാൻ കേട്ടു: ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ഒരു കുരുടനായ മനുഷ്യൻ വഴിയരിയിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം. എനിക്ക് ആ വാക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്നാൽ അന്ന് രാത്രിയിൽ വിശ്രമിക്കുവാനായി വന്ന് കിടക്കയിലായിരിക്കുമ്പോൾ ഞാൻ ചെയ്തുപോയ എൻ്റെ ജീവിതത്തിലെ 4 വയസ്സ് മുതൽ ഞാൻ ചെയ്തുപോയ എൻ്റെ ഓർമ്മയിലുള്ള എല്ലാ പാപങ്ങളും ഒരു സിനിമയിലെ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ കാണുവാനായിട്ട് തുടങ്ങി. ആ പാപത്തിന്റെ ഭാരം, അല്ലെങ്കിൽ ആ നരക ഭീതി, ആ ഭയം, ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള ഒരു വലിയ ഭീതി, ഒരു ഭയം, ഒരു ചിന്ത എന്നെ പേടിപ്പിക്കുന്നത് പോലെ എൻ്റെ മനസ്സിൽ ഒരു വലിയ ഭീതി വന്ന് വീഴുവാനിടയായി. അപ്പോൾ അന്ന് ആ ദിവസങ്ങൾ കേട്ട ഒരു വാക്യം, ദാവീദ് പുത്രാ പാപിയാ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള ആ വാക്ക് അന്ന് രാത്രിയിൽ അനേക ആവർത്തി ഞാനിങ്ങനെ വിളിച്ചു പറയുവാനായിട്ട് തുടങ്ങി. കരുണയ്ക്ക് വേണ്ടി ആ കുരുടൻ വഴിയരികിൽ നിലവിളിച്ചതുപോലെ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എനിക്കന്ന് കിട്ടിയ ആ വാക്യം, ആ വാക്ക്, യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുവാനായിട്ട് ജീവിതത്തിൽ വെച്ച അവസരം
യേശുവേ ദാവീദുപുത്ര കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് അന്ന് രാത്രിയിൽ കരയുവാൻ എനിക്ക് ദൈവം ഇടയാക്കി. അതെന്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറി. യേശുവിനെ വിളിക്കാൻ, ആ നാമം വിളിച്ചപേക്ഷിക്കുവാൻ, കർത്താവേ എന്ന് വിളിക്കാനുള്ള ഒരു അവസരം അറിഞ്ഞു അറിയാതെ ദൈവം അന്ന് രാത്രിയിൽ എനിക്ക് നൽകി. അന്ന് അതിനുശേഷം ഞാൻ പിന്നീട് അതുപോലെ തന്നെ മുന്നോട്ട് പോയി. എനിക്ക് വേറെ ആത്മീയമായി ഒരു വർധന പ്രാപിക്കാനോ വളർച്ച പ്രാപിക്കാനോ കഴിയാത്ത കുറച്ച് നാളുകൾ എന്റെ ജീവിതത്തിലുണ്ടായി. വീണ്ടും ആ അനുഭവം തിരിച്ചു പ്രാപിക്കാൻ ആഗ്രഹിച്ചെങ്കിലും വീണ്ടും ആ ധ്യാനത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ആ പ്രത്യേക അനുഭവത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചെങ്കിലും അതിനുള്ള ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. വീണ്ടും പഴയ അനുഭവത്തിലേക്കും പഴയ ഇരുളിലേക്കും പഴയ അന്ധകാരത്തിലേക്കും നീങ്ങുന്ന ആ മാനസിക അവസ്ഥയിലേക്ക് വന്നു. നിരാശ വീണ്ടും വന്ന് മൂടി. ഭയവും ഭാരവും പ്രയാസവും ജീവിതത്തെ പിന്നെയും വന്ന് ഞെരുക്കിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചു. അന്ന് ഞാൻ വില കൊടുത്ത് ഒരു ബൈബിൾ വാങ്ങുവാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടായി. ആ ബൈബിൾ ഞാൻ മേടിച്ച് വായിക്കുമ്പോൾ അത് മത്തായിയുടെ സുവിശേഷം ആദ്യത്തെ അധ്യായങ്ങളെല്ലാം വായിച്ചപ്പോൾ അതിലെ ചില വാക്യങ്ങൾ എന്നെ വളരെ പിന്നെയും അസ്വസ്ഥനാക്കി. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് ചുഴനെടുത്ത് കളക. നിന്റെ വലം കൈ ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് വെട്ടിക്കളക. അല്ല, ഇടം കൈ തെറ്റിന്നില്ല അത് കളയുക. രണ്ട് കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കൈയുള്ളവനായി സ്വർഗത്തിൽ പോകുന്നത് നല്ലത്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അല്ലെങ്കിൽ അവളെ നോക്കുന്നവൻ അവൻ പാവം അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്തതിന് തുല്യപാവം എന്നല്ല ചെയ്തു പോയി എന്നുള്ള വാക്യങ്ങളൊക്കെ അപ്പൊ ചിന്തകളും നോട്ടങ്ങളും വിചാരങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു വലിയ പാപമായി ആ പാപത്തിന്റെ ഭാരം എന്നെ അസ്വസ്ഥനാക്കി. എനിക്ക് സന്തോഷിക്കാനോ സമാധാനം കഴിയുന്നില്ല. വേദോസം വായിക്കുമ്പോഴും പാപബോധവും അല്ലെങ്കിൽ പ്രയാസങ്ങൾ എന്നെ വളരെ പിന്നെയും നിരാശയിലേക്കും ദുഃഖത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും കൊണ്ടുപോയി. ഇതൊന്നൊരു മോചനം എനിക്ക് ആവശ്യമാണ്. പ്രകടമായി മദ്യപാനമോ പുകവലിയോ അങ്ങനെയുള്ള പാപങ്ങളിലേക്കൊന്നും പോയിട്ടില്ലെങ്കിലും മനസ്സില്, ചിന്തയില്, ജീവിതത്തിലെ പാപങ്ങൾ എന്റെ സമാധാനം കെടുത്തി എന്നെ വേട്ടയാടി എന്നെ അസ്വസ്ഥനാക്കി നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മോചനം പ്രാപിക്കണം, എങ്ങനെയെങ്കിലും ഒരു ആശ്വാസം പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഞാന് വീണ്ടും ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വെച്ച് നടന്നൊരു ധ്യാനത്തിൽ സംബന്ധിപ്പാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടായി. ആ ധ്യാനത്തിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നി ഒന്ന് നന്നായി കുമ്പസാരിച്ചാൽ എന്റെ മനസ്സിന്റെ അവസ്ഥ മാറുമെന്ന് വിചാരിച്ചു ഞാൻ കുമ്പസാരിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരക്കൂട്ടിൽ നിൽക്കുമ്പോൾ പണ്ട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾ എല്ലാം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ എല്ലാം ഇങ്ങനെ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട്, അപ്പനും അമ്മയും പറഞ്ഞ് അനുസരിച്ചിട്ടില്ല, അത് ചെയ്തില്ല ഇത് ചെയ്തിട്ടില്ലെന്ന് കുറച്ച് പാപങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അന്ന് ഞാൻ എന്റെ മനസ്സിന്റെ ആ പാപഭാരം നീങ്ങുവാൻ സമാധാനം ലഭിക്കാൻ വേണ്ടി ഞാന് എന്റെ ചിന്തയിലൂടെ, എന്റെ നോട്ടത്തിലൂടെ, എന്റെ വിചാരത്തിലൂടെ, എന്റെ മനസ്സിലൂടെ, എന്റെ ഹൃദയത്തിൽ തോന്നുന്ന ചിന്തകൾ, വിചാരങ്ങൾ, പാപങ്ങൾ, ആ അശുദ്ധി, ആ മനസ്സിനെ, ജീവിതത്തെ കീഴ്പ്പെടുത്തുന്ന ആ വല്ലാത്ത ആ ചിന്തകളെ കുറിച്ചെല്ലാം ഞാനിങ്ങനെ കുമ്പസാരക്കൂട്ടിൽ വെച്ച് അച്ഛനോട് ഏറ്റു പറഞ്ഞു. അപ്പോൾ അച്ഛന് കുമ്പസാരക്കൂട്ടി തലവിളിയിട്ടിട്ട് എന്ന് പറഞ്ഞു, നീ എന്നെ കണ്ടിട്ട് വേണം പോകാൻ, നിനക്കൊരു കൗൺസിലിംഗ് ആവശ്യമാണ്, നീ അടുത്ത ദിവസം ആലുവ നസറത്ത് ആശ്രമത്തിൽ വരിക, അവിടെ വെച്ച് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാന് പിന്നീട് അടുത്ത ദിവസങ്ങൾ കാത്തിരുന്ന് ആ സമയമായപ്പോൾ ആലുവ നസറത്ത് ആശ്രമത്തിൽ ചെന്നു. അച്ഛനെ കണ്ടു. ഉച്ചയോട് അടുത്തപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ അന്ന് കുമ്പസാരിക്കാൻ വന്നയാളല്ലേ? നീ അന്ന് കുമ്പസാരിക്കാൻ വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാൻ എന്താണ് കാരണം? നീ ഏതെങ്കിലും പ്രൊട്ടസ്റ്റന്റ് കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? നീ ഏതെങ്കിലും പെന്തിക്കോസുകാരെ കണ്ടിട്ടുണ്ടോ? ആരോടെങ്കിലും നീ ബന്ധപ്പെട്ടോ? ആരെങ്കിലും നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ആരെയും ആ നിലയിൽ കാണാനോ എടുക്കാനോ
ആ രീതിയിൽ സഹകരിക്കുവാൻ ആ രീതിയിലുള്ള അവസരങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രൊട്ടസ്റ്റന്റ് എന്ന് തന്നെ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്കറിയാവുന്നത് യാക്കോബക്കാരും കത്തോലിക്കരും, അതിനപ്പുറത്ത് വേറെ ക്രിസ്തീയ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. മാർത്തോമ എന്ന് പറഞ്ഞാൽ തന്നെ അത് യാക്കോബായാലും ഒരു തിരുമേനിയുടെ പേരായിരിക്കും എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ ഈ പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. എന്നാല് അന്ന് അച്ഛൻ പറഞ്ഞു, നീ പറയുന്നതെല്ലാം പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നതാണ് പറയുന്നത്, നീ പറയുന്നെല്ലാം ഈ പെന്തക്കോസ്തക്കാരൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, അതൊന്നും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ചിന്തിക്കാൻ നിന്നെ കൊള്ളുമില്ലെങ്കിൽ, വിചാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിനക്ക് ഇത് ഇന്നതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിന്നെ എന്തിനുള്ള, നീ ഒരു മനുഷ്യനാണോ? ഇതൊക്കെ നല്ല കാര്യമാണെന്നുള്ള രീതിയിലാണ് അന്ന് എനിക്ക് കൗൺസിലിംഗിൽ കിട്ടിയത്. പക്ഷേ അന്ന് എന്റെ ഹൃദയത്തിൽ ഒരു കാര്യം കയറി. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നതാണ് പെന്തക്കോസ്തക്കാർ പറയുന്നെങ്കിൽ, പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നെങ്കിൽ അവരെന്തായിരിക്കും പറയുന്നത്, അവരെങ്ങനെയായിരിക്കും, അത് ആരായിരിക്കും എന്ന് അറിയുവാനുള്ള ഒരു ആഗ്രഹം എന്റെ ഉള്ളിലുണ്ടായി. അന്ന് മുതൽ ഞാൻ അവരെ കാണാനും അറിയുവാനും കണ്ടുമുട്ടുവാനും അവരോട് സംസാരിപ്പാനും, അവരെ ഒന്ന് കാണാൻ, അവരെ ഒന്ന് പരിചയപ്പെടാൻ, അവരെ ഒന്ന് അറിയുവാൻ, ആ രീതിയിൽ ഒന്ന് സംസാരിപ്പാനായിട്ട് ആഗ്രഹിച്ചു. 3 മാസത്തോളം ഞാൻ അവരെ തേടി നോക്കി നടന്നു. എനിക്ക് അങ്ങനെ ഒരാളെ ആ ദിവസങ്ങളിൽ, ആ മാസങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരെങ്കിലും ബൈബിളും പിടിച്ചുകൊണ്ട്, ആരെങ്കിലും ക്ലീൻ ഷേവ് ചെയ്ത് ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ മാസങ്ങളിൽ എന്റെ നാട്ടിൽ എനിക്ക് ആ നിലയിൽ ഒരാളെ കണ്ടെത്തുവാനോ കണ്ടുമുട്ടുവാനോ, എനിക്ക് എന്റെ ഹൃദയത്തിലെ ഭാരങ്ങളൊന്ന് പറയുവാനോ, അല്ലെങ്കിൽ അവര് പറയുന്നു ഞാൻ പറയുന്നു ഒരുപോലെയാണെങ്കിൽ എന്തായിരിക്കും അവർ പറയുന്നത് അറിയുവാനോ കഴിയാൻ പോയി. 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടുപിടിച്ച ഒരു ഹാളിൽ, ഒരു പെന്തക്കോസ്ത ഹാളിൽ കയറി ചെന്നു. ഹാളിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ഞാൻ അവിടെ ചെന്ന് വിളിച്ചപ്പോൾ അവിടുത്തെ പാസ്റ്ററുടെ ഭാര്യ ഇറങ്ങി വന്നു. അപ്പൊ എനിക്ക് പാസ്റ്ററൊന്നും ഞാൻ ആ നിലയിൽ കേട്ടിട്ടില്ല, പേരൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ ചേട്ടൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ ചോദിച്ചു, അതാരാണ്, പാസ്റ്ററാണോ ചോദിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ആദ്യമായിട്ട് പാസ്റ്റർ എന്ന് ഞാൻ കേൾക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ആളിവിടെ ഇല്ല, തിരുവല്ലായി പോയിരിക്കുന്നു, ആറ് ദിവസങ്ങൾ വരികയുള്ളൂ. അതിനുശേഷം ഞാൻ അവിടുന്ന് യാത്ര വീണ്ടും 7-8 കിലോമീറ്റർ കഴിഞ്ഞ് വേറെ സ്ഥലത്ത്, കരിമോൾ എന്ന സ്ഥലത്ത് ഞാൻ വന്നു. അവിടെയും ഞാനൊരു ബോർഡ് കണ്ടു. അവിടെ ചെന്നപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുക. അവിടുന്ന് തിരിച്ച് ഞാൻ റോഡിൽ ജംഗ്ഷനിൽ വന്ന് ബസ് കയറാൻ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ പാസ്റ്ററും 2 സഹോദരന്മാരും കൂടി റോഡേക്ക് നടന്നു വരുന്നത് കണ്ടു. ഞാൻ ഓടി അവരെടുത്തിട്ട് നിന്നു. അവര് എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അവരിതിനായ ഒരു മനുഷ്യൻ ഓടി പുറകെ വരുന്ന കണ്ടപ്പോൾ പെട്ടെന്നൊരു ഇതുപോലെ തോന്നി. അവരോട് ഞാൻ ചോദിച്ചു, ഇവിടെ പ്രാർത്ഥന വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രാർത്ഥനയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് പോയി. ഞാൻ അവരുടെ പുറകെ പോയി. അവർ വീണ്ടും തിരിഞ്ഞു നോക്കിയത് എന്താ ഇയാൾ എന്നെ പുറകെ വരുന്നതെന്നുള്ളത്, ആ പരിചയമില്ലാത്ത ആ വരവ് കണ്ടപ്പോൾ അവർക്കൊരു പന്തികേട് പോലെ തോന്നി. ഞാനിതിനു വേണ്ടി ആഗ്രഹിച്ചും പോയായിരുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. എന്നാൽ അവിടെ ഹാളിന്റെ അടുക്കൽ ചെന്നപ്പോൾ ആ പാസ്റ്ററിനോട് ചോദിച്ചു, എന്താ ഇയാളുടെ പേര്? ഞാൻ പറഞ്ഞു, എന്റെ പേര് ജോണി എന്നാണ്. എന്നാ നീ കയറി വാ എന്ന് പറഞ്ഞു. കയറി ഞാൻ എന്റെ ഈ ചിന്തകൾ അച്ഛനോട് ചോദിച്ച ഈ ചിന്തകൾ, ഈ ഭാരങ്ങൾ, ഈ സംശയങ്ങളെല്ലാം, എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ വേദനകളും ഭാരങ്ങളെല്ലാം ഞാൻ അന്ന് പാസ്റ്ററോട് പങ്കുവച്ചു. പാസ്റ്ററിനോട് പറഞ്ഞു, മോനെ, നീ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോൾ, നീ യേശുവേ രക്ഷക എന്ന് വിളിച്ചപ്പോൾ, ദൈവത്തിന്റെ ആ ജീവൻ, ദൈവത്തിന്റെ രക്ഷയുടെ കരം, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുള്ള അതിന് പ്രകാരം നീ അന്ന് രാത്രി പാപബോധത്തോടെ യേശുവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ആ സ്നേഹം നിന്റെ മേൽ വന്നിരിക്കുന്നു. പാപമാണ് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത്. നിന്റെ പാപബോധം ദൈവം നിന്റെ ഉള്ളിൽ കൊണ്ടുവന്നത് കൊണ്ടാണ്. പാപബോധമാണ് നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം. വചനം വായിക്കുമ്പോൾ നിന്നെ അസ്വസ്ഥനാക്കുന്നത് പാപമാണ്. ആ പാപം മാറുവാൻ നീ യേശുവിന്റെ അടുക്കലേക്ക് പൂർണ്ണമായി എടുത്ത് വേർവിട്ട് വരുവാനുള്ള ഒരു ആലോചന. വളരെ കാര്യമായിട്ടൊന്നും പറയാൻ അദ്ദേഹം ക്ഷീണിച്ചു വന്ന സമയമായിരുന്നു. ലളിതമായ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാനാണെങ്കിൽ ഒത്തിരി നാളുകളായി തലവേദന എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ നടക്കുന്ന ആളായിരുന്നു.
എന്നും 2ഉം 3ഉം ഗുളികകൾ ഒന്നിച്ച് കഴിച്ചും ജോലി ചെയ്യുമ്പോഴും, ഞാനൊരു ബേക്കറി ജോലി ചെയ്യുന്നയാളായിരുന്നു. ഞാൻ ബേക്കറി ജോലി ചെയ്യുമ്പോഴും, ബേക്കറി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ബേക്കറി ജോലി ചെയ്യുമ്പോഴെല്ലാം ആ ചൂടത്തും ഒക്കെ എനിക്ക് തല പൊട്ടിപ്പോകുന്ന പോലെ എന്നും വേദനകൾ കൊണ്ട് ഞാൻ രാത്രികൾ പകലുകൾ കഷ്ടപ്പെടുകയാണ്. ആ തലവേദനയിൽ നിന്നൊരു ആശ്വാസം കിട്ടാൻ ഒത്തിരി ഞാൻ ആഗ്രഹിക്കുകയും മരുന്ന് കഴിക്കുകയും ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തിട്ടും സൗഖ്യം കിട്ടിയിട്ടില്ല. എന്നാൽ അന്ന് ഞാൻ പാസ്റ്ററോട് എനിക്ക് തലവേദനയുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ആ ദേവദാസന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഇബ്രഹാം ബി ജോസഫ് എന്ന് പറയുന്ന ആ കർത്താവിന്റെ ദാസൻ അന്നെന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞു. എന്നോട് പറഞ്ഞു, ഇവിടെ സഭായോഗമുണ്ട്, ഇവിടെ ആരാധനയുണ്ട്, സഹോദരൻ അടുത്ത ദിവസം വരണം എന്നൊക്കെ പറഞ്ഞു. എന്റെ പേര് മാത്രമേ അദ്ദേഹം ചോദിച്ചു, വീടും ചോദിച്ചു, കൂടെ എന്റെ ജോലി എന്താണെന്ന് ചോദിച്ചിരുന്നു. വേറെ ഒന്നും കൂടുതൽ ചോദിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് അടുത്ത ദിവസം വരാമെന്നുള്ളൊരു ഉറപ്പുമെല്ലാം പറഞ്ഞ് ഞാൻ പോയി. എന്നാൽ അന്ന് രാത്രിയിൽ വളരെ സമാധാനമായിട്ട് ഞാൻ ഉറങ്ങി. ഒത്തിരി നാളുകൂടി എനിക്ക് ഇല്ലാത്തൊരു പുതിയ സമാധാനം, ഒരു ആശ്വാസം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ആ തലവേദന അന്ന് രാത്രിയിൽ വിട്ടുമാറി. കാലങ്ങളായി എന്നെ അലട്ടിയ, നാളുകളായി എന്നെ കഷ്ടപ്പെടുത്തിയ, ഞാൻ വളരെ അസ്വസ്ഥനായി അനുഭവിച്ചുകൊണ്ടിരുന്ന ആ തലവേദന, അതെന്താകുമെന്നുള്ള ചിന്തകളും അതെന്തുകൊണ്ടായിരിക്കുമെന്നുള്ള ഓർമ്മകൾ, ഇതെല്ലാം എന്നെ വളരെ ഭീതിപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമായിരുന്നു. രോഗത്തിന്റെ വേദനയും എന്തായിരിക്കുമോ എന്നുള്ള ചിന്തയും, ഇതെല്ലാം എന്നെ വളരെ ഭീതിപ്പെടുത്തി, എന്നെ വളരെ നിരാശപ്പെടുത്തിയെങ്കിൽ അന്ന് രാത്രിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് ദൈവത്തിന്റെ കരുണയാൽ അന്ന് രാത്രി എനിക്ക് സൗഖ്യം കിട്ടി. അന്ന് ഞാൻ രാത്രി സമാധാനമായിട്ട് ഉറങ്ങി. പിന്നീട് ഞാൻ ആ പാസ്റ്ററെ കാണാനോ ചർച്ചിൽ പോകാനോ യോഗത്തിന് പോകാനോ ആലയത്തിലേക്ക് ആരാധനയ്ക്ക് പോകാനോ ഒന്നും ഞാൻ തയ്യാറായില്ല. അന്ന് ഞങ്ങളുടെ ആ ഭാഗത്തൊന്നും അങ്ങനെ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അന്നത്തെ ഞങ്ങളുടെ നാട്ടിലെ രീതി അനുസരിച്ച്, ആ സാഹചര്യങ്ങൾ അനുസരിച്ച് ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്കോ ബന്ധക്കോസ് അനുഭവത്തിലേക്കൊന്നും വരാനൊന്നും എന്റെ മനസ്സ്, എന്റെ സാഹചര്യങ്ങൾ, ഒരു വിലയുമില്ലാത്തവനും ഒരു പ്രയോജനമില്ലാത്തവനുമാണെങ്കിലും ദാരിദ്ര്യത്തിൽ കഴിയുന്നവനാണെങ്കിലും വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ആ കൂട്ടത്തിൽ വന്ന് സാക്ഷ്യത്തോടെ ദൈവത്തിനോട് നിൽക്കാനുള്ള കരുത്ത ധൈര്യം ഉള്ള മനസ്സെനിക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പിന്നീട് അങ്ങോട്ട് പോയില്ല. എന്നാൽ ആ ദേവദാസൻ, ഇബ്രഹാം ബി ജോസഫ് എന്ന് പറയുന്ന ആ കർത്താവിന്റെ ദാസൻ, അന്ന് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ, ആ ദൈവത്തിന്റെ മനുഷ്യൻ, അദ്ദേഹത്തിന് എന്നെ കൂടുതൽ അറിയാൻ കഴിഞ്ഞില്ല. എന്റെ അഡ്രസ്സോ വീടോ ചോദിക്കാൻ പറ്റിയില്ല. എന്റെ പേര് ജോണി എന്നാണെന്നും എന്റെ തൊഴിലെ ബേക്കറിയിലാണെന്നും മാത്രം അറിഞ്ഞ മനുഷ്യൻ ആ ദേവദാസനെ പല ബേക്കറികളിൽ കയറി അന്വേഷിച്ച് ഒരിക്കൽ ഞാൻ ജോലി ചെയ്യുന്ന ആ ബേക്കറിയിൽ വന്നു. കടയിൽ വന്നിട്ട് ചോദിച്ചു, ഇവിടെ ജോണി എന്ന് പറയുന്ന ഒരാളുണ്ടോ? പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സെയിൽസ്മാനെ അകത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ തിരക്കി ഒരാൾ വന്നിരിക്കുന്നു, നിനക്കെന്താ ഇവരൊക്കെ ആയിട്ട് ബന്ധം? ഞാൻ പറഞ്ഞു, ഞാൻ ജോലിയിൽ വലിയ തിരക്കാണ്, അതുകൊണ്ട് പിന്നീട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. പാസ് പറഞ്ഞു, ഇല്ല, ഞാൻ പുറകെ കൂടെ പോയി കാണാം. ഒഴിഞ്ഞു പോകാനും ഒഴിഞ്ഞു മാറാനും വേണ്ടി വളരെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. അവർ പറഞ്ഞു, നീ ഒന്ന് പറഞ്ഞു, ഒന്ന് ആളെ പറഞ്ഞു വിടാൻ പറഞ്ഞു. ഫ്രണ്ടിൽ വന്നിട്ട് പറഞ്ഞു, ജോലിയാണ്, അവന് തിരക്കാണ്. അദ്ദേഹം ഒരു 11 മണിക്കാണ് വന്നത്. ഞാൻ പറഞ്ഞു, 4 മണിയാവും, 4:30 5 മണിയാവും എന്റെ പണി കഴിയുള്ളൂ, 5 മണിക്ക് പണി തീരൂ. അപ്പൊ അങ്ങനെ പറഞ്ഞു, എന്നാൽ 5 മണിക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു. 5 മണിക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, പുള്ളി വരുന്നതിന് മുമ്പ് തന്നെ പോകാമെന്ന് വിചാരിച്ച് 4 മണിക്ക് പണിയെല്ലാം തീർത്ത് കടയിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് 4 മണിക്ക് ഇറങ്ങി പോകാൻ വേണ്ടി ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ ആ ദേവദാസൻ നേരെ ഓപ്പോസിറ്റുള്ള വെയിറ്റിംഗ് ഷെഡിൽ എന്നെയും കാത്തു നിൽക്കുകയാണ്. അങ്ങനെ വരുന്നതിന് മുമ്പ് പോകാൻ വേണ്ടിയാണ് ഇറങ്ങിയെങ്കിലും പെട്ടെന്ന് ചാടി വന്നത് എന്റെ കയ്യെ പിടിച്ചു. സഹോദര അതെല്ലാം വിളിച്ച് എന്നെ, ഞാൻ പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞില്ല, എറണാകുളത്തെ കടവന്ത്ര എന്ന സ്ഥലത്തൊരു കൺവെൻഷൻ നടക്കുന്നുണ്ട്, അവിടെ നല്ല ദേവദാസന്മാർ പ്രസംഗിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ പോകണം, ഇവിടെ തന്നെ ദൈവം സഹായിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വണ്ടി കിട്ടത്തില്ല. അദ്ദേഹം എന്നെ നിർബന്ധിച്ച് അടുത്ത KSRTC ബസ് വന്നപ്പോൾ നിർത്തി പൊളിച്ചു കയറ്റി എന്നെയും കൊണ്ട് കടവന്ത്രയിൽ പോയി.
അവിടെ അന്ന് CT ജോൺ സാർ എന്ന് പറഞ്ഞൊരു ഒരു പ്രിയപ്പെട്ടവർ അവരുടെ സഭയുമായി ബന്ധപ്പെട്ട ഒരു കൺവെൻഷൻ ക്രമീകരിച്ചു. അന്നത്തെ കാലത്ത് നല്ല 25 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. 25 വർഷം മുമ്പ് 5000 രൂപ മുടക്കി വളരെ വില കൊടുത്ത് വളരെ ബുദ്ധിമുട്ടി ഒരു കൺവെൻഷൻ അവിടെ ക്രമീകരിച്ചു. ആ കൺവെൻഷൻ എന്നോട് പ്രസംഗിക്കുന്നത് ഏജി ചർച്ചിലെ അസംബ്ലി സ്കൂളിലെ പ്രിയ KJ മാത്യു സാറായിരുന്നു. സാറന്ന് പെരുമ്പാവൂർ താമസിക്കുന്ന കാലമാണ്. പഠനം കഴിഞ്ഞ് പെനിയലിൽ പഠിപ്പിക്കുകയും പെരുമ്പാവൂര് വാടകയ്ക്ക് താമസിക്കുകയും താൻ്റെ വേല ചെയ്യുന്ന ആ കാലത്ത് തനിക്കന്ന് താനെ പ്രസംഗിച്ച ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ കാലമാണ്. ആദ്യമായിട്ട് തനിക്ക് ഒരു പ്രധാനമായൊരു കൺവെൻഷൻ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ ആദ്യമായിട്ട് അതിനു മുമ്പ് അദ്ദേഹം അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ആ കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടി 2 ദിവസം അടുപ്പിച്ചുള്ള ഒരു പ്രസംഗത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം വന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ആ കൺവെൻഷന്റെ ആദ്യത്തെ രാത്രിയിൽ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞ് യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തുവാൻ ഒത്തിരി ആവർത്തിച്ച് പറഞ്ഞിട്ടും ആരും കരമുയർത്തിയില്ല. ഞാൻ അന്ന് രാത്രിയിൽ കരമുയർത്തി. അവിടെ കണക്കിന് ഒരാൾ രക്ഷിക്കപ്പെട്ടു. പിറ്റേ ദിവസവും എന്നെയും കൊണ്ട് ആ പാസ്റ്റർ പോയി. 2ാം ദിവസവും ഞാൻ വീണ്ടും കരമുയർത്തി. 3ാം ദിവസവും ഞാൻ പോയി. 3ാം ദിവസവും ഞാൻ കരമുയർത്തി. ആകെ 3 ദിവസവും കരമുയർത്തിയത് ഞാൻ മാത്രമായിരുന്നു. അത് നടത്തിയവർ വിചാരിച്ചു 3 പേര് രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിച്ചു. പക്ഷെ 3 പ്രാവശ്യവും കരമുയർത്തിയത് ഞാൻ തന്നെയാണ്. മറ്റാരും ആ കൺവെൻഷനില് വിടുവിക്കപ്പെട്ടതായിട്ട് അറിയില്ല. ദൈവത്തിന്റെ കരുണയാൽ എനിക്ക് വേണ്ടി ക്രമീകരിച്ച ഒരു യോഗം പോലെ അന്ന് മുടക്കിയ മുതൽ ആ പണം, ആ അധ്വാനങ്ങളെല്ലാം എനിക്ക് വേണ്ടി മാത്രമായി തീർന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് ദൈവത്തിന്റെ ഈ സത്യം അറിയുവാൻ, ഈ വചനം, ഈ പ്രമാണം മനസ്സിലാക്കുവാൻ, യേശുവിന് വേണ്ടി ഇനിയുള്ള എന്റെ ജീവിതകാലം മുഴുവൻ കഥാവായ യേശുവിന് വേണ്ടി ജീവിക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി, എന്റെ ആയുസ്സിന് എന്റെ കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കണമെന്നൊരു തീരുമാനം, ആ ദിവസങ്ങൾ ആഴമായ ഒരു തീരുമാനം എടുക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. പിന്നീടുള്ള ചില നാളുകൾ, മാസങ്ങൾ ഞാൻ എബ്രഹാം ബി ജോസഫ് പാസ്റ്ററുടെ കൂടെ കരിമുള്ളിൽ ആരാധനയ്ക്ക് പോയി. ചില മാസങ്ങൾ കഴിഞ്ഞ് എന്റെ നിർബന്ധം കൊണ്ട് എന്നെ അവര് സ്നാനപ്പെടുത്തുവാനായിട്ട് തയ്യാറായി. പെരുമ്പാവൂരുള്ള എബ്രഹാം ജോസഫ് അല്ലെങ്കിൽ ബാബു പാസ്റ്റർ എന്ന് പറയുന്ന കഥാവിന്റെ ദാസനാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. അദ്ദേഹം, ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ബ്രഹ്മപുരം പുഴയിൽ വലിയ മഴയുടെ സമയമായിരുന്നു. അന്ന് ആ ബ്രഹ്മപുരം പുഴയെല്ലാം കലങ്ങി മറിഞ്ഞൊഴുകി പെരുമഴയും പെയ്തുകൊണ്ടിരിക്കുന്ന രാവിലെ 7:30 പോയി. ഞാൻ അവിടെ സ്നാനമേറ്റു. അതിനുമുമ്പ് ആരെങ്കിലും സ്നാനമേൽക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഞാൻ ആ ബാബുപാഷ കൈക്കീഴെ ബ്രഹ്മപുരം പുഴയിൽ സ്നാനമേറ്റു. ആ ഞായറാഴ്ച വന്നു, സഭായോഗത്തിന് വന്നു. ആദ്യത്തെ പാട്ടുപാടി ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ, ആദ്യത്തെ പാട്ടുപാടി ആരാധനയിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചു. എന്റെ കർത്താവിനെ ആരാധിക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകി. പിന്നീടുള്ള നാളുകളെല്ലാം ഒരു പ്രത്യേക അനുഭവത്തിലൂടെ ദൈവം നടത്തി. ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ, എവിടെ തിരിഞ്ഞാലും എവിടെ നോക്കിയാലും, ഒരു പാട്ട് കേട്ടാലും, ഒരു പ്രസംഗം കേട്ടാലും, ഒരു സാക്ഷ്യം കേട്ടാലും, ഒരു വാക്യം വായിച്ചാലും, വേദോസം തുറന്നാലെല്ലാം അതിൽ നിന്നെല്ലാം എന്നെ ദൈവം വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നു. നീ എന്റെ വേലയ്ക്ക് വാ, നിന്നെ ഞാനൊരു സുവിശേഷകനാക്കും, നീ എന്റെ സാക്ഷിയാകും, നീ എന്റെ വേലക്കാരനായി തീരുമെന്നുള്ള ആ ദൈവവിളി എന്റെ കാതുകളിൽ മുഴങ്ങുന്നത് പോലെ എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. എനിക്കതിനുള്ള യാതൊരു യോഗ്യതയില്ല, എനിക്കുള്ള വിദ്യാഭ്യാസമില്ല, എനിക്കുള്ള കഴിവുകളില്ല. ദൈവവേലയ്ക്ക് വേണ്ടി കൊള്ളാവുന്ന യാതൊരു താലന്തുകളും യാതൊരു കഴിവുകളും പഠനം കൊണ്ടോ താലന്തുകൾ കൊണ്ടോ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഉപകരിക്കുന്ന ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം എന്നെ വിളിക്കുന്ന ശബ്ദം എനിക്ക് എന്റെ കാതുകളിൽ
എവിടെ നോക്കിയാലും അവിടെയെല്ലാം എന്റെ ദൈവം എന്നെ ഈ വയലിലേക്ക് നീയും വന്ന് ഈ മുന്തിരിത്തോട്ടത്തിൽ വന്ന് വേല ചെയ്യുക, ഞാൻ നിനക്ക് ന്യായമായത് തരാമെന്ന് പറയുന്ന ആ ശബ്ദം, ആ വചനം, ആ വാക്കുകൾ എന്റെ ഹൃദയത്തിലേക്ക് മുഴങ്ങി. ലോകപ്രകാരം നോക്കിയാൽ മറ്റാരുടെയും ചോദിച്ചാൽ ആർക്കും ഞാനൊരു സുവിശേഷകനായ ഒരു ദൈവവേലക്കാരനായി തീരുമെന്ന് വിചാരിക്കാനായിട്ട് കഴിയുന്ന രീതിയിലൊന്നും എനിക്ക് നിലവിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങനെ ഞാനൊരു ദിവസം എൻ്റെ ബേക്കറിയിലെ ജോലി ഞാൻ വിട്ടു വന്ന് കണക്ക് തീർത്തപ്പോൾ 7 രൂപ 50 പൈസ എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ അതെൻ്റെ പോക്കറ്റിലിട്ട് വിശ്വാസത്താൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി. ആദ്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പണിയെടുത്തിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അധ്വാനിച്ച് ഞാൻ പണിയെടുത്തിട്ട് നേടിയ ഏറ്റവും വലിയ എൻ്റെ സമ്പാദ്യം അന്ന് പണിയെടുത്ത് കിട്ടിയ പൈസ കൊണ്ട് മേടിച്ച 15 രൂപയുടെ ഒരു ബൈബിൾ മാത്രമാണ് എൻ്റെ അധ്വാനത്തിന്റെ ഫലമെന്ന് പറയാനായിട്ട് എൻ്റെ കയ്യിലുള്ളൂ. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വന്നു. ആദ്യത്തെ ആഴ്ചയിൽ വന്ന് ചർച്ചിൽ വന്ന കാര്യം പറയുമ്പോൾ അത് പലർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം ഞാൻ അന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത് നക്ഷത്ര ബംഗ്ലാവ് എന്നാണ്. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നക്ഷത്രമൊക്കെ എൻ്റെ പെരയ്ക്കകത്ത് വരും. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെ വീടിനുള്ളിൽ തന്നെ വീടാനുള്ള അറേഞ്ച്മെന്റ് വീടിനുണ്ടായിരുന്ന പോലെ അതുപോലത്തെ ഒരു ഓല വീട് അല്ലെങ്കിൽ അതുപോലത്തെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ആ വീടങ്ങനെ സാമ്പത്തികം ഇങ്ങനെ ജോലിയെടുത്ത് ജീവിച്ചപ്പോൾ പോലും കർത്താവിന്റെ വേലയ്ക്ക് പോകാനായിട്ട് എൻ്റെ ജീവിതത്തിലൊന്നും സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരുമിച്ച് കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ മുന്നോട്ട് പോയി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്താൽ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് കർത്താവിന്റെ വിളി എന്നുള്ള ഒരു ഉറപ്പല്ല, ദൈവം വിളിച്ചു എന്നുള്ള വിളിയല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഓരോ ദിവസങ്ങളും കടന്നുപോയി. ആമേൻ. തീരുമാനങ്ങൾ പൊളിക്കുന്ന, പുറകോട്ട് പോകാൻ തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, തിരിച്ചു പോകാൻ തോന്നിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ വന്നപ്പോഴും തീരുമാനങ്ങൾ പുതുക്കി എടുത്തു. ദൈവമേ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും കടത്തിണ്ണയിൽ അന്തി ഉറങ്ങിയാലും സുവിശേഷ വേലയല്ലാതെ ഒരു വേല ചെയ്യില്ലെന്ന് തീരുമാനിക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കത്തക്ക രീതിയിൽ ദൈവം ഞാൻ മനസ്സിനെ വീണ്ടും ആഴത്തിൽ ഉറപ്പിച്ചു. അങ്ങനെ അതിനുശേഷം എനിക്ക് 2 വർഷങ്ങൾ, പിന്നീടുള്ള ചില കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതിനു ശേഷമുള്ള 2 വർഷങ്ങൾ, 2-2.5 വർഷങ്ങൾ പ്രത്യേക അനുഭവങ്ങളിലൂടെയാണ്, പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. ഒത്തിരി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ പലപ്പോഴും പലയിടത്തും ശ്രമങ്ങൾ നടത്തി, പലയിടത്തും പോയി നോക്കി, അതിൽ പലരുമായി ബന്ധപ്പെട്ട് നോക്കി. അതിനൊന്നും സാധ്യതയുണ്ടായില്ല, അതിനൊന്നും വഴികളുണ്ടായില്ല, അതിനുള്ള അവസരങ്ങൾ ലഭിച്ചില്ല. അതിനുശേഷം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ദൈവം എനിക്ക് എന്റെ മേൽ പകരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഉപവസിക്കാനും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 7 ദിവസം ഉപവസിച്ച് കഴിയുമ്പോൾ വിചാരിക്കും ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവം എന്തെങ്കിലും തരും. പക്ഷെ ഒന്നും ലഭിക്കുന്നില്ല. വീണ്ടും വിചാരിക്കും 21 ദിവസം ഉപവസിച്ചാൽ ലഭിക്കും. 21 ദിവസം ഉപവസിക്കുന്നു, ഒന്നും ലഭിക്കുന്നില്ല. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാവുന്നതായി കൃപയാകട്ടെ, കൃപാവരങ്ങളാകട്ടെ, ശുശ്രൂഷകളാകട്ടെ ഒന്നും ലഭിക്കുന്നില്ല. വർഷങ്ങൾ, ഈ പറയപ്പെട്ട വർഷങ്ങൾ മുഴുവൻ ഇങ്ങനെ ദൈവസന്നദ്ധിയിൽ കർത്താവിന്റെ മാത്രം മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ കർത്താവിനെ കാത്തിരുന്നു. ഓരോ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും, ചെറിയ കാര്യങ്ങൾക്ക് പോലും, നിസ്സാരം ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും വലിയ വില കൊടുക്കേണ്ടി വന്നു, അല്ല പ്രാർത്ഥിക്കേണ്ടി ഉപസിക്കേണ്ടി വന്നു. വളരെ ചെറിയ കാര്യങ്ങൾ പോലും വളരെ വലിയൊരു കാര്യം സാധ്യമാക്കിയെടുക്കുന്നത് പോലെ നടക്കുന്ന രീതിയിൽ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നത് പോലെ, ഉരുണ്ടുരുണ്ട് തറയിലൂടെ ഉരുണ്ടൊരാൾ നീങ്ങുന്നത് പോലെ തോന്നുന്ന വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ, മുന്നോട്ട് ഒരിഞ്ഞ് നീങ്ങാൻ പറ്റാത്ത നിലയിലുള്ള ഭാരങ്ങളിലൂടെ കടന്നുപോയി. രാത്രിയുടെ യാമങ്ങളിലെല്ലാം പ്രാർത്ഥനയിൽ സമയങ്ങൾ ചെലവഴിച്ചു. ഓരോ ഇടത്തും ഓരോ വീടുകളിലെല്ലാം പോയിരുന്ന് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയും ചെയ്തു. 21-7 ഇങ്ങനെയൊക്കെ ഉപവാസവും പ്രാർത്ഥനകളും തന്നെ ആവർത്തിച്ചു. 2 വർഷമായിട്ടൊന്നും ആ നിലയിൽ അളവിൽ വഴികൾ തുറക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരൻ
ഒരച്ചായൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയില്ലേ, ബ്രദറിന് ചെയ്യാൻ പറ്റിയ ഒരു പ്രവർത്തന മണ്ഡലമുണ്ട്. അത് ഭിക്ഷക്കാരുടെ ഇടയിൽ പോയാൽ ഇയാൾ രക്ഷപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഭിക്ഷക്കാരുടെ ഇടയിൽ പോയി പ്രവർത്തിച്ചാൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഭിക്ഷക്കാരുടെ ഇടയിൽ പോയി പ്രവർത്തിച്ചാൽ ഇദ്ദേഹത്തിന് അത് അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എനിക്കത് കഴിയും, ഭിക്ഷക്കാരുടെ ഇടയിൽ എനിക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയിൽ ആ സംഘടനയുടെ മിഷണറിമാരെ എടുക്കുന്ന ആ ആദിവാസികളും ജനനിവാസികളൊക്കെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഒരു മിഷണറിമാരെ എടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആലുവയിലുള്ള ബഥേൽ ആശ്രമത്തിൽ വെച്ച് നടന്നു. അദ്ദേഹം നിമിത്തം എനിക്കൊരു അവസരം കിട്ടിയ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പോകാൻ പറ്റി. ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ഇന്റർവ്യൂ നടത്തിയിട്ട് പറഞ്ഞത്, ഞങ്ങൾക്ക് പറ്റുകയില്ല, ബ്രദറിനെ ഞങ്ങൾക്ക് ശരിയാവില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വന്ന വഴി ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഭിക്ഷക്കാരുടെ പ്രവർത്തിക്കാനായിട്ട് എന്നെ കൊള്ളൂല്ലെങ്കിൽ, എന്നെ അതിനും യോഗ്യനല്ലെങ്കിൽ പിന്നെ അതിനും കുറഞ്ഞത് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയ മേഖല ആരായിരിക്കും, എവിടെയായിരിക്കും? അപ്പോൾ ആ വഴി യാത്രയിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, മകനെ, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. വിശ്വസ്തയോടെ പിടിച്ചു നിന്നാൽ ദൈവം നിന്നെ മാനിക്കും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ വിശ്വസിക്കുവാനും കാത്തിരിക്കുവാനും തളരാതെ മുന്നോട്ട് പോകാൻ ദൈവം എനിക്ക് അവസരം നൽകി. അതിനുശേഷം പിന്നീട് എനിക്ക് ഒരു കർത്താവിന്റെ ദാസൻ നൈനാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു ദൈവത്തിന്റെ ദാസൻ നിമിത്തം അദ്ദേഹം ഇവിടെ വിട്ടതിനാൽ അദ്ദേഹം മുഖാന്തരമായി പെരുമ്പാവൂരുള്ള ഒരു ബൈബിൾ കോളേജിൽ എന്ന് പറയുന്ന കേഞ്ചസ് പാസ്റ്റർ ബൈബിൾ സ്കൂളിൽ എനിക്ക് പഠിക്കാനായിട്ടൊരു അവസരം ഉണ്ടായി. ഒരു 6 മാസം എനിക്ക് അവിടെ പഠിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. പഠനം 2 വർഷത്തേക്കുണ്ടെങ്കിലും എനിക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ സാഹചര്യങ്ങൾ അതുപോലെ വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെ പോയതുകൊണ്ട് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, പ്രയാസങ്ങൾ, വീട്ടിലെ പ്രയാസങ്ങൾ, കുഞ്ഞിന്റെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, കഷ്ടങ്ങൾ, ആഹാരത്തിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായി മാറിയപ്പോൾ എനിക്ക് ആ 2 വർഷത്തെ കോഴ്സ് പോലും പൂർത്തീകരിക്കാനായിട്ട് കഴിയാതെ ഞാൻ മടങ്ങിപ്പോരുകയാണ്. ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു, ഞാനുള്ള സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബാബു ചെറിയാൻ എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസൻ എൻ്റെ അധ്യാപകനാണ്. അദ്ദേഹമാണ് അന്ന് അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അന്ന് ആ കോളേജിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ ഞാൻ സാറിനെ ചെന്ന് കണ്ടു. സാറിനോട് പറഞ്ഞു, സാറേ, ഞാൻ പോവുകയാണ്, എനിക്ക് പഠിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. സാർ എന്നോട് പറഞ്ഞു, ഈ വയലിൽ കണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ബാബു ചെറിയാൻ ബാസനോട് പറഞ്ഞു, നീ വയലിൽ നിന്നിരുന്നെങ്കിൽ ഈ വയലിൽ കണ്ടെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ഈ പോക്ക് കണ്ടിട്ട് കാണുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ വയലിൽ പിടിച്ചു നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്ന ഒരു ദൂത്, ഒരു വാക്ക്, ഒരു ഉപദേശമായി എനിക്ക് ലഭിച്ചു. പക്ഷെ അതെനിക്കൊരു ദൂത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ അവിടുന്ന് വരുന്ന വഴിക്കെല്ലാം എന്റെ ഹൃദയത്തിൽ അത് മുഴങ്ങി, ഈ വയലിൽ നിന്നാൽ നല്ലതാണ്. ഈ വയലിൽ കാണുവാൻ കഴിഞ്ഞാൽ, ഈ വയലിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്നുള്ള ആ ഒരു ശബ്ദം, ആ ഒരു തീരുമാനം വീണ്ടും സിദ്ധീകരിച്ചു. വീണ്ടും പോയി ചില നാളുകൾ, വീണ്ടും പോയി ഞാൻ ചില ദിവസങ്ങൾ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ദൈവത്തെ കാത്തിരിക്കുവാനും ദൈവത്തിന് വചനം വായിക്കുവാനിടയായി. യാക്കോബിന്റെ ലേഖനത്തില് ഒരു വാക്യമുണ്ട്, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും അവതാരിമായി കൊടുക്കുന്ന കർത്താവിനോട് യാചിക്കട്ടെ, എന്നാൽ അത് അവന് ലഭിക്കും. ആ വാക്യത്തിൽ കൈവച്ച്
ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ജ്ഞാനം കുറവാണെങ്കിൽ തള്ളിക്കളയാതെ ജ്ഞാനം തരുന്നൊരു ദൈവമുണ്ട്. കഴിവില്ലെങ്കിൽ തള്ളിക്കളയാതെ, കഴിവ് കുറവായതുകൊണ്ട് ഒഴിവാക്കാത്ത, ജ്ഞാനം കുറവാണെങ്കിൽ തള്ളിക്കളയാത്ത ഒരു നല്ല യേശുവിനെ, ഒരു നല്ല കർത്താവിനെ ആണ് ഞാൻ കണ്ടെത്തിയെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് ഞാൻ നാളുകൾ ആ വാക്യത്തിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്റെ കയ്യിൽ വേർപ്പുണ്ട്. ആ ബൈബിളിലെ ഭാഗങ്ങൾ, ആ പേജും അതിന്റെ അടുത്ത പേജും അതിന്റെ അടുത്ത പേജുകളെല്ലാം നനഞ്ഞ് ആ പേജുകളെല്ലാം നനഞ്ഞ് അവിടെ ഒരു കുഴി പോലെ അവിടുത്തെ പല പേജുകളും ആ വേദപുസ്തകത്തിൽ നിന്ന് അലുത്തു മാറിപ്പോയി. പക്ഷേ എനിക്ക് പറയാൻ പറ്റും, അത് ഈ വേദപുസ്തകത്തിൽ നിന്ന് പോയപ്പോൾ ദൈവം അതിന്റെ ഹൃദയത്തിലേക്ക് തന്നു. ദൈവം എനിക്ക് എന്റെ ഉള്ളിലേക്ക് അത് പകരുന്നതായി എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റി. അത് എന്റെ ഹൃദയത്തിലേക്ക് ദൈവം എന്റെ ഹൃദയത്തിലേക്ക് അത് പകരുന്നത് പോലെ എനിക്കത് ലഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. അതിനുശേഷം എന്റെ കൂടെ പഠിച്ച, ബൈബിൾ കോളേജിൽ എന്റെ കൂടെ പഠിച്ച ഒരു സ്നേഹിതൻ, വൈദ്യത്തിനടുത്തുള്ള ഒരു പ്രിയപ്പെട്ടവൻ, അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്നോട് പറഞ്ഞു, സഹോദരാ വരികയാണെങ്കിൽ നമുക്കിവിടെ ചില ദിവസങ്ങൾ ഇവിടെ ചില വീടുകളിലൊക്കെ പോയി ലഘുലേഖയൊക്കെ കൊടുക്കാം, നമുക്ക് സുവിശേഷം പറയാതെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അദ്ദേഹത്തിന്റെ കൂടെ പോയി പല വീടുകളിൽ പോയി ലഘുലേഖ കൊടുക്കുകയും അതിനുശേഷം ഞാന് തിരിച്ച് വീട്ടിലോട്ട് പോരാൻ നേരത്ത് എന്റെ പ്രിയ സഹോദരൻ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചില് ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഒരു കോട്ടേജ് മീറ്റിംഗ് നടക്കുക, ഇവിടുത്തെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങള് അങ്ങോട്ട് ചെന്നു. ആ പ്രാർത്ഥന നടക്കുന്ന വീടിന്റെ ഗേറ്റിന്റെ ഇടക്കിൽ എത്തിയപ്പോൾ എന്നെ കൊണ്ടുപോയി സഹോദരന്റെ ചെവിയിൽ രഹസ്യം പറയുന്ന പോലെ പറഞ്ഞു, നമ്മൾ പോകുന്ന വീട്ടിലെ മൂത്ത പെണ്ണിന് ഭ്രാന്താണെന്ന് പറഞ്ഞു. എനിക്കത് പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് ഒരു ഭയം വന്നു, ഒരു പേടി വന്നു. പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്തോ ഒരു വലിയ ഭീതി, ഒരു വലിയ ഭയം എന്നെ വന്ന് മൂടി. ആ ഭയം വന്ന് മൂടിയപ്പോൾ ഞാന് എന്തിനാ ഭയപ്പെടുന്നതെന്നറിയില്ല, എന്തുകൊണ്ട് ഭയം വരുന്നു, എന്തിനാ ഭയപ്പെടുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ വലിയൊരു ഭയം എന്നെ വന്ന് അലട്ടുവാനായിട്ട് തുടങ്ങി. ആ വീട്ടിലൂടെ കയറി ചെന്നു. വീട്ടിൽ കയറി ചെന്നപ്പോൾ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ പാസ്റ്ററും വിശ്വാസികളും അടങ്ങുന്ന 10-35 പേരടങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാർ അതിനകത്തുണ്ട്. ഒരു പണി തരാത്ത വീടാണ്. അവിടെ തേപ്പ് ഒന്നുമില്ല, വാതിലിന് കട്ടർ വെച്ചിട്ടുണ്ട്, വാതിലൊന്നുമില്ല, എല്ലാം കട്ടർ ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ. അവിടെ ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ മുതൽ എനിക്കിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയം കൊണ്ട് എന്നെ ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കി, ഇവിടെ സുഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അങ്ങനെ സുഖമില്ലാത്ത ആരെയും കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വീട്ടിലെ സുഖമില്ലാത്ത രോഗിയായ സ്ത്രീ ആ വാതിൽ കർട്ടൻ മാറ്റി എന്റെ നേരെ ഇങ്ങനെ നോക്കി. ഞാൻ വീണ്ടും പേടിച്ചുപോയി. കാരണം അവരെന്നെ വല്ലാതെ നോക്കുന്ന പോലെ തോന്നി. ഞാൻ അവരെ നോക്കുന്നുകൊണ്ടാണ് അവരെന്നെ ഇങ്ങനെ നോക്കാൻ കാരണം. ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഞാൻ നോക്കുന്നുണ്ട്, അവരെന്നെ ഇങ്ങനെ നോക്കി. അവരങ്ങോട്ട് പോകുന്നു, തിരിഞ്ഞു നോക്കുന്നു, ഇങ്ങോട്ട് പോകുന്നു, തിരിഞ്ഞു നോക്കുന്നു. എന്റെ ചിന്ത മുഴുവൻ ഇന്ന് വരെ എന്റെ മണ്ടയ്ക്ക് ചാടി വീഴും, എന്തെങ്കിലും ഇവിടെ സംഭവിക്കുമെന്നുള്ള വലിയ ഭീതി എന്നെ അലട്ടാൻ തുടങ്ങി.
ആ ഭയം എന്നെ ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥനാക്കി. എനിക്ക് ഇവിടുത്തെ പാസ്റ്ററിന്റെ കാലിൽ തോണ്ടി. അപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഞെട്ടി, എന്തായിരിക്കും എന്ന് വിചാരിച്ചു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ബ്രദർ ബൈബിൾ കോളേജിൽ വന്നല്ലേ, ഒരു 10 മിനിറ്റ് ദൈവം സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ സംസാരിക്കത്തില്ല. എനിക്കാണെങ്കിൽ ആകെ 2-3 മിനിറ്റ് നന്ദിയോടെ സ്വാതന്ത്ര്യകാലയിലൊക്കെ പറഞ്ഞിരിക്കാനേ പറ്റുന്നുള്ളൂ. ഒന്നും പറയാനിരിക്കാൻ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് സൗണ്ട് ഇല്ല, എനിക്ക് ശബ്ദം വരുന്നില്ല, എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് കഴിയുന്നില്ല, എനിക്കതൊന്നും വെളിപ്പെടുന്നില്ല, അതൊന്നും സാധ്യമായി തീരുന്നില്ല. അതുപോലെ അന്നത്തെ ദിവസവും ഞാൻ ഭയം കൊണ്ടും പേടിച്ച് വിറച്ച് നിരാശപ്പെട്ട് വേദനിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഭയം കൊണ്ട് ഇറങ്ങി ഓടാൻ ശ്രമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അന്നേരം എങ്ങനെ പ്രസംഗിക്കാൻ പറഞ്ഞാൽ പറ്റും, അല്ലാത്തപ്പോ പറ്റുന്നില്ല, പിന്നെ അന്നേരം എങ്ങനെ പറ്റും? അദ്ദേഹം പറഞ്ഞില്ല, ബ്രദർ ബൈബിൾ കോളേജിൽ വന്നല്ലേ, 10 മിനിറ്റ് ദൈവം സംസാരിക്കണം, നിർബന്ധം പറഞ്ഞു. ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് എന്റെ ബൈബിൾ ഇട്ടുകൊണ്ട് പോയത്. ഞാൻ ബൈബിൾ എടുത്ത് പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് ഇട്ട് മടക്കി പതുക്കെ ഇറങ്ങിപ്പോകാമെന്നുള്ള ചിന്തയിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ മറ്റേ ബ്രദറിനോടൊന്നൊക്കെ കണ്ണു കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ നോക്കുന്നില്ല. ഞാൻ ഇറങ്ങിപ്പോകാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് പോകുന്നു. എന്റെ ഭയം ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ ദൈവത്തോട്, എന്റെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ എന്നെ എന്തിനിങ്ങനെ സൃഷ്ടിച്ചു വിട്ടു? നീ എന്തിനെ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു? ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിച്ച മനുഷ്യനല്ലേ? വേലയ്ക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ച് ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ എത്രയോ 7, എത്രയോ 21 ആവർത്തിച്ച് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്റെ ആരോഗ്യം എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ സമയങ്ങൾ നഷ്ടപ്പെട്ടു. ഇത്രയും നാളായിട്ടും എനിക്ക് ഒന്നും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നുമില്ല. എന്റെ ആരോഗ്യം പോയി, എന്റെ ധൈര്യം പോയി. എന്റെ ജീവിതം എന്തായിത്തീരും എന്ന് ഞാനിങ്ങനെ പെറുപിറുക്കുന്ന ഭാഷയിൽ പറഞ്ഞു പോ. അത്രയ്ക്കും തകർന്ന ഒരവസ്ഥ വന്നതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു. ആ നിമിഷത്തിൽ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് എന്റെ തലയിൽ നിന്ന് ഇടിച്ചിറങ്ങുന്നത് പോലെ വലിയ ദൈവശക്തി ആവരിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഒരു വലിയ ദൈവശക്തി എന്റെ മേൽ ഇടിച്ചിറങ്ങി വരുന്നത് പോലെ, എന്തോ തലയ്ക്ക് വന്ന് അടിച്ച് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. ഒരു വലിയ ദൈവശക്തി എന്നെ വിളി ആവരിച്ചു. ഞാനതിന് സാധാരണ പറയുന്നൊരു വാക്യമുണ്ട്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഓരോ കണ്ണുനീരിനും, ഓരോ പ്രാർത്ഥനയ്ക്കും, ഓരോ ആരാധനയ്ക്കും അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അപ്പോൾ ഓരോ അന്യഭാഷ പറയുമ്പോഴും, ഓരോ തുള്ളി കണ്ണുനീര് വീഴുമ്പോഴും, ഓരോ ഉപവാസവും പ്രാർത്ഥനയും നടക്കുമ്പോഴും നാം ബലം ശേഖരിക്കുകയാണ്. ആ ബലം ഒരുപക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലോ നമ്മൾ ബിസിനസ് ചെയ്യുന്നിടത്തും ജോലി ചെയ്യുന്നിടത്തും യാത്ര ചെയ്യുന്നിടത്തും ഒന്നും വെളിപ്പെട്ടെന്ന് വരത്തില്ല. എന്നാൽ അതൊരു നിക്ഷേപം പോലെ, അത് ഓരോ താഴെ വീഴുന്ന ഓരോ കണ്ണുനീരും ദൈവത്തിന്റെ ആ തുരുത്തിയിൽ, ദൈവത്തിന്റെ പക്കൽ അതൊരു സമ്പാദ്യമായി, ബലമായി ശേഖരിക്കപ്പെടുകയാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഇത്രയും കാലം കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപസിച്ചിട്ടും എനിക്ക് തരാൻ ഒന്നുമില്ലാതായിപ്പോയി. ഞാന് പണ്ട് മാനസിക രോഗികളെ ഓടിച്ചിട്ട് പിടിച്ച് വണ്ടിയെ കയറ്റി ആശുപത്രി കൊണ്ടുപോകാൻ പോയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു സാധാരണ ഒരു സ്ത്രീയുടെ മുമ്പിൽ പോലും നിൽക്കാൻ കഴിയാത്തൊരു ദുർബലനായി ഞാൻ മാറിയിരിക്കുന്നു എന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിച്ചപ്പോഴാണ് ദൈവശക്തി എന്റെ മേലിങ്ങനെ ഇറങ്ങി വന്നു. എന്റെ കൈകാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ആദ്യം വിറച്ചതുപോലെ, വിറച്ചതുപോലെയല്ല. എനിക്ക് ഒരു വാക്യം കർത്താവ് വചനത്തിൽ നിന്ന് തന്നു.
അങ്ങനെ നിൽക്കുമ്പോൾ ബാസ് പറഞ്ഞു, ഈ സഹോദരൻ ഇപ്പോൾ എഴുന്നേറ്റ് 10 മിനിറ്റ് ദൈവം സംസാരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചാടി എഴുന്നേറ്റു. അന്നാദ്യമായി കണ്ണു തുറന്ന് ജനത്തിനു മുമ്പിൽ നിന്നു. എന്റെ ശബ്ദം മാറി, എന്റെ രീതികളെല്ലാം മാറി. എന്റെ കാല് നിലത്ത് ചവിട്ടിയാണോ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. വലിയൊരു ശക്തി എന്നിലേക്ക്, ദൈവശക്തി എന്നിലേക്ക് വന്നു. വലിയ അധികാരത്തോടെ സംസാരിച്ചു. 10 മിനിറ്റ് മുമ്പ് പാസ്റ്ററിന്റെ കാലയെ തോണ്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ മുഴുവൻ സമയം ഇവിടെ ദൈവം സംസാരിച്ചാട്ടെ എന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഞാൻ നീണ്ട 1.5 മണിക്കൂർ ദൈവത്തിന് സംസാരിച്ചു. 3 മിനിറ്റ് പോലും സംസാരിക്കാൻ പ്രാപ്തിയില്ലാത്ത ഞാൻ ആ രാത്രിയിൽ പെട്ടെന്ന് 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നവരായി. അന്ന് രാത്രി അവിടെ പലരും ആത്മാവിൽ നിറഞ്ഞ് യോശയം പ്രാപിച്ചു. ഞാൻ നോക്കിയപ്പോൾ ആ സുഖമില്ലാത്ത സ്ത്രീ വന്ന് അവിടെ മുട്ടുകുത്തി. ഞാൻ ചെന്നവിടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അധികാരത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ദൈവം അവരെ സൗഖ്യമാക്കി. അതുമാത്രമല്ല, ദൈവത്തിന്റെ അത്ഭുതകരമായ ചില വിടുതലുകൾ ആ ദിവസം നടന്നു. പ്രസവം കഴിഞ്ഞപ്പോൾ മുതൽ 3 മാസം അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സ്ത്രീ, അവർക്ക് കൊച്ചിനെ പോലും തപ്പി നോക്കത്തകരിൽ 3 മാസം കൊണ്ട് കണ്ണിന് കാഴ്ചയില്ല. പ്രസവം കഴിഞ്ഞ ഉടനെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. എന്താണെന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊന്നും അറിയത്തില്ല. ദൈവനിയോഗം ലഭിച്ചതിനാൽ ഞാൻ അവരുടെ കണ്ണയിൽ അവിടെ പോയി ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാൽ അന്ന് രാത്രി ദൈവം അവർക്ക് സൗഖ്യം കൊടുത്തു. അവരുടെ കണ്ണ് അന്ന് രാത്രിയിൽ അന്ന് തുറന്നു. ദൈവത്തിന്റെ ഒരു വലിയ കരുണ ഞാനന്ന് അനുഭവിച്ചു. ഞാൻ പറയട്ടെ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കഴിവുണ്ടോ, അറിവുണ്ടോ, പ്രാപ്തിയുണ്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. എന്റെ അറിവോ, എന്റെ കഴിവോ, എന്റെ പഠനമോ, എന്റെ എന്തെങ്കിലുമല്ല. എന്നെ വിളിച്ചവൻ വലിയവനായ ദൈവമാണ്. എന്നെ വിളിച്ചവൻ സർവശക്തനാണ്. അവന്, എന്റെ ദൈവത്തിന് എന്റെ ഇല്ലായ്മകളെ മാറ്റുവാൻ കഴിയുന്നവനാണ്. കഴിവില്ലെങ്കിൽ, അറിവില്ലെങ്കിൽ, പണമില്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ, ജ്ഞാനമില്ലെങ്കിൽ, എന്തൊക്കെ ഇല്ലാതിരുന്നത് തരാനെല്ലാം കഴിയുന്ന ഒരു ദൈവമാണ് എന്നെ വിളിച്ചത്. ആ ദൈവമാണ് നിങ്ങളെയും വിളിക്കുന്നത്. ആ ദൈവമാണ് നമ്മളെല്ലാവരെയും വിളിക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, അന്ന് മുതൽ എന്റെ ജീവിതത്തിന്റെ സ്ഥിതി, സാഹചര്യങ്ങൾ ദൈവം മാറ്റി. ദൈവം എന്നെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നു. ഒരു യോഗ്യതയില്ലാതിരുന്ന എനിക്ക്, കഴിവില്ലാതിരുന്ന എനിക്ക് ദൈവം അനേക വഴികൾ തുറന്നു. ഇന്ത്യയുടെ അനേക സ്റ്റേറ്റുകളിൽ ഞാൻ യാത്ര ചെയ്തു. അനേക നാളുകൾ വിവിധ നിലകളിൽ ഇന്ത്യയുടെ അനേക സ്റ്റേറ്റുകളിൽ 25ഓളം സ്റ്റേറ്റുകളെങ്കിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ പോകുവാൻ, ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും അനേക യാത്രകൾ ചെയ്യുവാൻ ദൈവം എനിക്ക് പിൻകാലത്ത് അവസരം നൽകി. മിക്കവാറും എല്ലാ ഗൾഫ് നാടുകളിലും മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അനേക പ്രാവശ്യങ്ങൾ യാത്ര ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. യൂറോപ്പിൽ, ഈ മലയാളം മാത്രമുള്ള എനിക്ക് യൂറോപ്പിൽ, സ്വീഡൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുവാൻ ദൈവം അവസരം നൽകി. UK ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളിലും അനേക പ്രാവശ്യം യാത്ര ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഓസ്ട്രേലിയയിൽ പോകുവാൻ അവസരം നൽകി. അമേരിക്കയിലും പോകുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. എന്നെ വിളിക്കുമ്പോൾ, എന്റെ ദൈവം എന്നെ വിളിക്കുമ്പോൾ എനിക്ക് എന്തില്ലാതിരുന്നോ അതൊന്നും എന്റെ അനുഗ്രഹത്തിന് തടസ്സമായിരുന്നില്ല.
എന്റെ പാപങ്ങൾ, എന്റെ കുറവുകൾ, എന്റെ പ്രാർത്ഥന കുറവുകൾ, എന്റെ നന്ദികേടുകൾ, എന്റെ അവിശ്വസതകൾ, അല്ലെങ്കിൽ എന്റെ വിശ്വസ്തത കുറവുകളെല്ലാം എന്റെ അരികിൽ തടസ്സമായിട്ടുമുണ്ട്. എന്നാൽ എന്നെ എന്റെ ദൈവം വിളിക്കുമ്പോൾ എനിക്ക് എന്തില്ലാതിരുന്നോ അതൊന്നും എന്നെ അയക്കുന്നതിന്, യാത്ര ചെയ്യുന്നതിന്, യൂറോപ്പിൽ പോകുന്നതിന്, വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിന്, ഇന്ത്യയുടെ അനേക പട്ടണങ്ങളിലും ഗ്രാമങ്ങളിൽ പോകുന്നതിന് അതൊന്നും തടസ്സമല്ല. ഇന്നും മലയാളം മാത്രമേ എനിക്ക് അറിയാവൂ. അത് മാത്രമാണ് എനിക്ക് അറിയത്തുള്ളൂ. അത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ അതിനെ, ആ ഇല്ലായ്മയിൽ അതിനെ മറികടക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപ ഈ കഴിഞ്ഞ 25 വർഷമായി ഞാൻ അനുഭവിക്കുകയാണ്. എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും കർത്താവിന്റെ സാക്ഷിയാകുവാൻ, ദൈവത്തിന് വേല ചെയ്യുവാൻ, സഭാചാരത്തിൽ, സഭാപരിപാലനത്തില് പല സഭകളിലും സഭാ ശുശ്രൂഷയിൽ ഇരിക്കുവാനായിട്ട് അവസരം നൽകി, പൊതു ശുശ്രൂഷകൾ ചെയ്യാൻ അവസരം നൽകി, എന്റെ യാത്രകൾ ചെയ്യാനിടയായി, അല്ലെങ്കിൽ രാജ്യങ്ങളിൽ പോകാൻ അവസരം നൽകി. പല ഭാഷക്കാരുടെ ലോകത്തിലെ മറ്റനേക ഭാഷക്കാരോട് വെള്ളക്കാട് സഭകളിൽ, സ്വീഡിഷ് കാർഡ് ചർച്ചുകളിൽ, മറ്റനേക രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ സഭ അല്ലെങ്കിൽ അവരുടെ ദൈവത്തിന്റെ ആലോചന അറിയിപ്പാൻ, മറ്റനേകം ഭാഷയിലുള്ള പല രാജ്യങ്ങളിലെ ആൾക്കാരോട് ദൂതറിയിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ പറയട്ടെ, കർത്താവിന് സ്തോത്രം ചെയ്തു. ഈ യേശുവിനെ സ്വീകരിപ്പാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതെനിക്ക് നന്മയായി. അവന്റെ വേലയ്ക്കുള്ള വിളി കേട്ട് എന്റെ കഴിവുകളെയും സാഹചര്യങ്ങളെയും നോക്കാതെ, എന്റെ ഗതികേടും എന്റെ അവസ്ഥകളും നോക്കാതെ, ആ ദൈവശബ്ദത്തിന് വിളി കൊടുത്ത്, ആ ദൈവശബ്ദത്തിന് വില കൊടുത്ത് ഈ വയലിലേക്ക് വരാൻ, ദൈവം പോയി എന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ ശബ്ദം ഏറ്റെടുക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയതുകൊണ്ട് അതെനിക്ക് നന്മയായി, എനിക്ക് അനുഗ്രഹമായി. ദൈവം എന്നെ ഒത്തിരി സഹായിച്ചു. എന്ത് ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിച്ചോ, എന്ത് ദൈവം എന്നെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചോ, ദൈവം എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചോ, ആ കാര്യങ്ങൾ ഒരു നല്ല പങ്കും നല്ലൊരളവിലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ എനിക്കുള്ള അവസരങ്ങൾ ദൈവം തന്നു. ദൈവം അതിനു വേണ്ടി എന്നെ സഹായിച്ചു. ദൈവം എന്നെ അതിനുവേണ്ടി അയച്ചു. ദൈവം എനിക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ നൽകി. അനേക സെമിനാരികളിൽ, കോളേജുകളിലൊക്കെ പോയി പ്രസംഗിക്കാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഈ കൃഷകാരുടെയിലും ആദിവാസികളുടെയിലും പ്രവർത്തിക്കുന്ന സംഘടനയുടെ പാസ്റ്റേഴ്സ് സെമിനാറിൽ വരെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പല സഭകളുടെയും പല പ്രസ്ഥാനങ്ങളുടെയും ജനറൽ കൺവെൻഷന്റെ പകൽ മീറ്റിങ്ങുകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ദൈവം എനിക്കുള്ള അവസരങ്ങളെല്ലാം എനിക്ക് പിന്നീട് ഒരുക്കി തന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാലത്ത്, ഒന്നുമില്ലാത്ത സമയത്ത്, കർത്താവിന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി വിശ്വാസത്തോടെ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കും, എന്നെ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞു. അതിനുവേണ്ടി കാത്തിരിക്കാൻ കഴിഞ്ഞു. അതിനൊരു വില കൊടുക്കാൻ കഴിഞ്ഞു. അതെനിക്ക് നന്മയായി. എന്നിലൂടെ അനേകർക്ക് ആശ്വാസമായി ഇതെനിക്ക് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ശുശ്രൂഷയിലൂടെ അനേകർക്ക് അത് പ്രയോജനമായി, അനേക സഭകൾക്ക് പ്രയോജനമായി തീർന്നു എന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃപയാൽ എനിക്കും എന്റെ യേശുവിനെ അറിയുവാനും വിളി കേൾക്കാനും ദൈവത്തിന് ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്ത് പോഷത്വമായതിനെ തെരഞ്ഞെടുത്തു പോലെ ഒരു പോഷത്വമായ എന്നെ, ആർക്കും വേണ്ടാതിരുന്ന എന്നെ, ശാപം മാത്രം ഉണ്ടായിരുന്ന എന്നെ, നിരാശ മാത്രം ഉണ്ടായിരുന്ന എന്നെ, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്ന എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞത്, ഈ സത്യത്തിന് വേണ്ടി ഇറങ്ങാൻ കഴിഞ്ഞത്, ഈ വിളി കേൾക്കാൻ കഴിഞ്ഞത്, വേല ചെയ്യാൻ കഴിഞ്ഞത്, ദൈവരാജ്യത്തിന് ഇറങ്ങാൻ കഴിഞ്ഞത് എനിക്ക് വലിയ ഭാഗ്യമായി പോയി. എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന, എന്നെ ഇത്രത്തോളം നടത്തിയ എന്റെ ഓർത്ത, എന്നെ ഈ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി കണ്ട, എനിക്ക് വല്ല അവസരം നൽകിയ, എന്നെ കടാക്ഷിച്ച ദൈവത്തിനും ഭാഗം
ഞാൻ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഇതുവരെ എന്റെ സാക്ഷ്യം കേട്ട പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്നെ വിളിച്ച് ഇത്രത്തോളം മാനിക്കാനും ഉപയോഗിക്കാനും നടത്താനും ഈ മഹത്വമുള്ള വേല ചെയ്യിക്കുവാനും ഇത്രയധികം യാത്രകൾ ചെയ്യുവാനും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും ദൈവനാമത്തിനും അനേകർക്കും പ്രയോജനമാക്കുവാനായിട്ട് എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഇത് കേൾക്കുന്ന നിങ്ങളെ ഞാൻ ഓർപ്പിക്കുന്നു. ഈ ദൈവം നിങ്ങളെ ഈ വേലയ്ക്ക് വേണ്ടി വിളിച്ചെങ്കിൽ, ഈ ശബ്ദം നിങ്ങൾ കേട്ടെങ്കിൽ, ഈ കഥാവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുവാനായിട്ട് കഴിയുന്നെങ്കിൽ, ഈ ദൈവത്തിന് വേണ്ടി ഈ കഥാവിനെ സ്നേഹിക്കാനോ സേവിക്കാനോ ദൈവത്തിന്റെ വേല ചെയ്യുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ കഴിവില്ലായ്മയിലേക്കും നിങ്ങളുടെ അറിവില്ലായ്മയിലേക്കും നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളിലേക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന 100 വേദനിപ്പിക്കുന്ന ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, എനിക്ക് ഒരു ഭാവി ഉണ്ടാകുമോ, എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുമോ, എനിക്ക് ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, എനിക്ക് ഈ അവസ്ഥയിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും, എനിക്ക് എങ്ങനെ പ്രയോജനപ്പെടുവാൻ എനിക്ക് എന്തെങ്കിലും സാധ്യമാകുമോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് വിളിച്ച് ഇത്രത്തോളം ഉപയോഗപ്പെടുത്തുവാനും സഹായിക്കാനും ഈ ദൈവത്തിന് കഴിയുമെങ്കിൽ നിങ്ങളെ എത്രയധികമായി ദൈവത്തിന് അത് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നാലും, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നാലും, നിങ്ങൾ നോക്കുമ്പോൾ ശുശ്രൂഷ വെളിപ്പെടുന്നില്ലെന്ന് തോന്നിയേക്കാം, വഴികൾ തുറക്കുന്നില്ലെന്ന് തോന്നിയേക്കാം, ഒന്നും സാധ്യമല്ലെന്ന് തോന്നിയേക്കാം, എനിക്കതിന് കഴിവില്ല, എനിക്കതിന് സാധ്യതയില്ല, എനിക്ക് അത് ആകുമെന്ന് തോന്നുന്നില്ലെന്ന് തോന്നിയേക്കാം. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നു, എന്റെ ദൈവത്തിന് നിങ്ങളെ കൊണ്ടുവന്ന് ജയിക്കാൻ കഴിയും, നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും, നിങ്ങളെ അയക്കാൻ കഴിയും, നിങ്ങളെ കൊണ്ട് ആത്മാക്കളെ നേടുവാൻ കഴിയും, നിങ്ങളെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ഭാവിയും ദൈവത്തിന്റെ നാമത്തിലും അവന്റെ കൃപയാലും അവന്റെ വചനപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് നിങ്ങളെ കൊണ്ടുവത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. മീനുളുമ്പ് നാറുന്ന മുക്കുവനെ കൊണ്ട് ഭൂലോകം കീഴ്മേൽ മറിക്കുന്ന നിലകളിൽ അവന്റെ നിഴലിന് പോലും പിൻകാലത്ത് വില കൽപ്പിക്കപ്പെടുന്ന നിലയിൽ പത്രോസിനെ മാറ്റിയ ദൈവം കർത്താവിന് നീയോട് സ്തോത്രം ചെയ്യുന്നു. മുന്തിരിച്ചക്കിനരികെ ഭയന്ന് വിറച്ച് ഒതുങ്ങിക്കൂടിയ ഗിദെയോനെ കൊണ്ട് ആ മിദ്യാനി പാളയത്തെ ഞടുക്കുന്ന ആ ഗിദെയോന്റെ പേര് കേൾക്കുമ്പോൾ മിദ്യാനി പാളയം ഞടുങ്ങുന്നത് പോലെ അവനെ ഒരു കാലത്ത് ഇസ്രായേൽക്ക് മിദ്യാനിനെ ഭയപ്പെട്ടെങ്കിൽ പിൻകാലത്ത് ഗിദെയോനെ മിദ്യാനിന് ഭയപ്പെടുത്തക്ക രീതിയിൽ അവനെ വേറൊരു ലെവലിൽ ന്യായാധിപനായി അധികാരിയായി അവൻ യുദ്ധം ജയിക്കുന്നവനാക്കി ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, എന്നെ അല്ലെങ്കിൽ ഉപയോഗിച്ച, എന്നെ നടത്തിയ, എന്നെ ഇതുവരെ കരുതിയ ഈ ദൈവത്തിന് നിങ്ങളെയും നിങ്ങൾക്കും ഒരു വഴി, നിങ്ങളെ ഉപയോഗിക്കും, നിങ്ങൾ ഉപയോഗിക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം നിങ്ങൾ കാണും. ഇതുവരെ നിങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ അനുഭവത്തിനപ്പുറത്ത് നിങ്ങളിൽ ഒരു വലിയ കാര്യം എന്റെ ദൈവം ചെയ്യുമെന്ന് എനിക്ക് വലിയ ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ വിലപ്പെട്ടവരാണ്, നിങ്ങളുടെ വിളി വലുതാണ്, നിങ്ങൾ ആരും ചെറിയവരെല്ലാം, നിങ്ങളെ ദൈവം അത്ഭുതമായി ഉപയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് കഴിയും. അതെനിക്ക് ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ അനുഭവം അതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, ഒന്ന് സമർപ്പിക്കാം. കരുണയുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരികയും ഉപയോഗിക്കുകയും ചെയ്ത ദൈവമേ, കർത്താവേ, സാക്ഷ്യം കേൾക്കുന്ന നിന്റെ മക്കൾക്കും നിന്റെ ബലവും ധൈര്യവും ശക്തിയും നൽകി നിന്റെ രാജ്യത്തിന് വേണ്ടി, നിന്റെ നാമത്തിന് മൊത്തത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നതിനായി ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഒന്നുമില്ല സമ്മതിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.